നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ ഒന്ന് അവിടെ നിന്നേ. സൂര്യ വീട് വിൽക്കാൻ തീരുമാനിച്ചത് ആരുടെ തീരുമാനമായിരുന്നു? നിന്റെ തീരുമാനമല്ലേ? എന്റെ തീരുമാനോ? കുറെ കാലായിട്ട് നീ പറയുന്നത് മാത്രമാണല്ലോ അവൻ അനുസരിക്കുന്നത്. ഈ വീട് വിൽക്കാനും ഞങ്ങൾ ഇവിടുന്ന് പടിയിറക്കാനും അവനോട് ആവശ്യപ്പെട്ടത് നീയല്ലേ? മാഡം എന്തൊക്കെയാ പറയുന്നത്? വീട് വിൽക്കാനുള്ള തീരുമാനം നിങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലെന്നാ ഞാൻ സാറിനോട് പറഞ്ഞതും. ഒരുപാട് നിഷ്കളങ്കതയൊന്നും അഭിനയിക്കല്ലേ. ഞങ്ങളിതൊക്കെ കുറെ കണ്ടതാ. അളിയനെ ഇപ്പൊ നിന്റെ കയ്യിൽ പാവക്കുട്ടിയെ പോലെ കിട്ടിയിരിക്കുകയാണല്ലോ. അപ്പോ നിനക്ക് ആരോട് വേണമെങ്കിലും പക തീർക്കാം. എന്താ സാർ ഇത്? എനിക്ക് ആരോടാ പക? ഞങ്ങളോട്. മമ്മിയോടും ഞങ്ങളോടും നിനക്ക് തീർത്താ തീരത്ത പകയില്ലേ? ഈ വീട്ടില് പലവട്ടം നീ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. നിന്റെ അച്ഛൻ നാണം കിട്ടിയിട്ടുണ്ട്. നിന്റെ കുടുംബത്തിന് ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. അന്ന് നീ മനസ്സിൽ കുറിച്ചിട്ടതാ അതിനൊക്കെ പകരമായിട്ട് ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കുമെന്ന്. കൃത്യസമയത്ത് നീ അതെടുത്ത് പ്രയോഗിച്ചു. അതാണ് സത്യം. മാഡം ഇങ്ങനൊക്കെ പറഞ്ഞാൽ അത് കേട്ട് നിൽക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇന്ദ്രജയ്ക്ക് ഇവള് പറഞ്ഞത് മനസ്സിലായില്ലേ? അവൾക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവള് ചിലപ്പോ പ്രതികരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ നീ വേണമെങ്കിൽ തല്ലുമല്ലേ? എന്തൊക്കെയാ സാർ ഈ പറയുന്നത്? എനിക്ക് ഒരു ബന്ധമില്ലാത്ത കാര്യത്തെക്കുറിച്ച്. നീ വിചാരിക്കുന്നതൊന്നും ഈ കുടുംബത്തിൽ നടക്കില്ല. അതിനു മുൻപ് നിന്നെ ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കിയിരിക്കും. കേട്ടോടി? മുതലാളി, ഇതാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്ന വീട്. വീടെങ്ങനെ കൊള്ളാമോ മുതലാളി? ഏയ്, എനിക്കിഷ്ടമായില്ല. ഇതുപോലൊരു നിസ്സാരമായ വീടാണോ താൻ എനിക്ക് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്? ഏയ്, ഇതെന്റെ ജോലിക്കാർക്ക് പോലും താമസിക്കാൻ കൊള്ളത്തില്ലല്ലോ. അയ്യോ, അങ്ങനെ പറയല്ലേ മുതലാളി. അകത്തേറി നോക്കിയാലേ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. എന്തായാലും വന്നതല്ലേ, നമുക്കൊന്ന് കേറി നോക്കാം. ആയിക്കോട്ടെ, വരൂ.